കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലായിരിക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. നമുക്ക് നേരെ ആദർശിന്റെയും നയനയുടെയൊക്കെ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന വളകാപ്പ് ചടങ്ങിനിടെ ആദർശ് വന്നിട്ട് അവിടെ ഇരുന്ന് തട്ടെല്ലാം വലിച്ചെറിയുവാണ്. ഈ കാഴ്ച കണ്ടപ്പോൾ മുത്തശ്ശൻ നിന്നിട്ട് ചോദിച്ചു, ഇതെന്താണ് ആദർശൻ നീ കാണിക്കുന്നതെന്ന് ചോദിക്കുക. പെട്ടെന്ന് മുത്തശ്ശി പറഞ്ഞു, മോനെ നിനക്കല്ല സമനില തെറ്റിയോ? നല്ല ചടങ്ങ് നടക്കുന്ന മുഹൂർത്തമല്ലേ, ഇങ്ങനെയൊക്കെ കാണിക്കാൻ കൊള്ളാമെന്ന് ചോദിക്കുകയാണ്. ദേവേനയും ജലജയും അല്ല ദേവേനയും കനകയും എല്ലാവരും ഒരു നിമിഷം ഞെട്ടിത്തെരിച്ച് നിൽക്കുകയാണ്. അവർക്കൊക്കെ എന്താണ് സംഭവിക്കുന്നത് പോലും അറിയത്തില്ലായിരുന്നു. കനക പറഞ്ഞു, മോനെ നീ എന്താ കാണിക്കണേ? ഈ സമയം ജലജ എന്ത് ചെയ്യുവാണ്, ജലജ നവ്യയുടെ അടുത്തേക്ക് വരുവാണ്. വന്നിട്ട് ചോദിച്ചു, ഓ നിനക്കിപ്പോ എത്ര മാസമായിടെന്ന് ചോദിക്കുകയാണ്. അതിന് മറുപടിയായിട്ട് നവ്യ ഒന്നും മിണ്ടിയില്ല. പെട്ടെന്ന് ആ വയറ്റത്തേക്ക് ഇങ്ങനെ ഒരു തട്ടങ്ങോട്ട് തട്ടുവാണ്. ഇത് കണ്ടത് ഒരു നിമിഷം എല്ലാവരും അന്തം വിട്ടുപോയി. ദേവേനിച്ചു, ദേ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇവരോട് ദേഷ്യമൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാലും നീ എന്ത് പരിപാടിയായി കാണിക്കണേ? അവിടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞു പോയില്ലെന്ന് ചോദിക്കുകയാണ്. അബിയും പറയുന്നുണ്ട്, അമ്മേ നീ എന്തായി കാണിക്കുന്നത് ചോദിക്കുവാണ്. ഇത് കേട്ടതും അബിയുടെ കർണത്ത് വന്ന് ഒറ്റ ഒരെണ്ണം കൊണ്ട് പൊട്ടിക്കുകയാണ് ജലജ. നാണമില്ലേടാ നിൽക്കുന്നതെന്ന് ചോദിച്ചോണ്ട്. പക്ഷെ അപ്പോഴും ബാക്കി ആർക്കും കാര്യം മനസ്സിലായില്ല എന്താ കാര്യം എന്നുള്ളത്. എന്നും മുത്തശ്ശൻ വന്നിട്ട് പറഞ്ഞു, ആദർശേ നീ വലിയ ഷോയൊക്കെ കാണിച്ചല്ലോ, നീ എന്തിനു വേണ്ടി ഇങ്ങനെയാ കാണിച്ചെന്ന് ചോദിക്കണം. ജലജ പറഞ്ഞു, ആദർശനോട് ചോദിക്കേണ്ട ആവശ്യമില്ല. ആദർശനെ എല്ലാവർക്കും വിശ്വാസമല്ല. ഇപ്പൊ ഞാൻ ഇനിയിപ്പോ ഇങ്ങനെ കാണിച്ചുകൊണ്ട് എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. പക്ഷെ ആദർശിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ആദർശ് എന്തുണ്ടെങ്കിലും നേരിട്ട് പറയുന്ന ആളാ. കള്ളത്തരൊന്നും കാണിക്കില്ലെന്നല്ലേ മുത്തശ്ശൻ പറയണേ. മുത്തശ്ശന് അതുകൊണ്ട് ഇനിയിപ്പോ ഇവിടെ എന്താ നടക്കാൻ പോണെന്ന് കണ്ടങ്ങോട്ട് മനസ്സിലാക്കിയാൽ മതി എന്ന് പറയാണ്. പിന്നീട് ജലജ നേരെ നവ്യയുടെ അടുത്തേക്ക് തിരിവാണ്. നവ്യനെ അടിപൊടി അങ്ങോട്ട് നോക്കുവാണ്. നവ്യ നിന്ന് വേർത്തൊഴുകുവാണ്. നയനിക്കും നവ്യക്കും എല്ലാം കാര്യം മനസ്സിലായി. ഇപ്പൊ തന്നെ കള്ളങ്ങളെല്ലാം പൊളിയുന്നുള്ള കാര്യം. പിന്നീട് ചെന്ന് വയറ്റത്തിരിക്കുന്ന പാടങ്ങോട്ട് വലിച്ചൂരുവാണ്. എന്നിട്ട് എല്ലാരും പൊക്കി കാണിച്ചു, നോക്ക് ഇതാ ഇവളുടെ കുഞ്ഞ്, ഈ വയറ്റിലെ അടുത്ത തലമുറയുടെ ആദ്യത്തെ കൺമണി ഇതാന്ന് പറയണം. എന്നിട്ട് അത് വലിച്ചങ്ങോട്ട് എറിയുവാണ്. ഈ കാഴ്ച കണ്ടതും ദേവേനി കനക എല്ലാവരും ഒരു നിമിഷം ഞെട്ടിത്തെറിച്ച് നിൽക്കുക. ഇപ്പം മനസ്സിലായല്ലോ, ഇവൾ ഇത്രയും കാലം നമ്മളെല്ലാവരും പറ്റിച്ചുകൊണ്ട് നടക്കുമായിരുന്നു. ടബിയോടിച്ചു, നാണമില്ലേടാ, ഇത്രയും കാലം നിന്റെ ഒപ്പം നിന്റെ ഭാര്യ കഴിഞ്ഞിട്ട് ഇവള് പ്രഗ്നന്റ് ആണോ അല്ലയോ എന്ന് പോലും നിനക്ക് അറിയാൻ കഴിഞ്ഞല്ലോ. ആദർശന്റെ അത്രയും ബുദ്ധി പോലും നിനക്ക് ഇല്ലാതായി പോലെന്ന് പറയണം. അപ്പൊ നാണം കെട്ട് തലകുണിച്ച് നിൽക്കുവാണ്. എന്തെങ്കിലും പറയാനുണ്ടോ? വയറ്റത്ത് ഇത്രമാത്രം വലിയൊരു പാടും കെട്ടി വെച്ചോണ്ട് നടന്നിട്ട് ഭർത്താവ് അറിഞ്ഞില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ പരം ഒരു നാണക്കേട് വേറെ ഉണ്ടാവാനില്ലല്ലോ. ഈ സമയം ദേവേനെ കൊണ്ട് വന്നിട്ട് ചോദിച്ചു, ഓഹോ അപ്പൊ ഇതാണിന്നല്ലേ, കൊള്ളാം, ഇത്രയും ഞങ്ങൾ പ്രതീക്ഷയില്ല എന്ന് പറയണം. നേരെ കനകയുടെ നേരെ എല്ലാരും കൂടെ തിരിഞ്ഞില്ലേ. കനക പറഞ്ഞു, അത് എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു, സത്യമായിട്ടും എനിക്ക് അറിയില്ലായിരുന്നു പറയാം. ജലജ, അതെ നീയൊക്കെ അങ്ങനെയല്ലേ പറയുള്ളൂ, നീ നിന്റെ ഭർത്താവും നിങ്ങൾ രണ്ടും കൂടെയാണല്ലോ ഇങ്ങനെ വിഷജന്തുക്കളെ ഉണ്ടാക്കിയത്. അപ്പൊ ഇതൊക്കെയല്ല, ഇതിനപ്പുറവും കാണിച്ചെന്നിരിക്കും, ഇനി പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറയണം. ദേവേനി പറഞ്ഞു, ഇത്രയും ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷയില്ല കേട്ടോ, ഇത് ഇച്ചിരി കടന്ന കൈയായി പോയെന്ന് പറയണം. മുത്തശ്ശിയും ഒരു നിമിഷം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത ഒരവസ്ഥയിൽ നിൽക്കുകയാണ്. നയനായിട്ട് രണ്ട് കണ്ണുകളൊക്കെ നിറഞ്ഞു വരുന്നുണ്ട്. പിന്നീട് അതെങ്ങനെ കണ്ടുപിടിച്ചെന്നുള്ള കാര്യങ്ങളൊക്കെ അതിനെക്കുറിച്ചെല്ലാം വിശദമായിട്ട് തന്നെ ജലജ പറയുമായിരുന്നു. എനിക്ക് ആദ്യമേ തന്നെ ഒരു സംശയം ഉണ്ടായിരുന്നു, ഇവള് കള്ളത്തരം പറയുന്നതാണെന്ന്. കാരണം ഇവളുടെ മുഖത്തൊരു പ്രഗ്നന്റ് ആയ ഒരു പെൺകുട്ടിയുടേതായ ഒരു ലക്ഷണങ്ങളും ഇല്ല. ഒരു മുഖത്തൊരു പ്രസരിപ്പില്ല, ഒരു വൊമിറ്റിംഗ് ഇല്ല, കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ആ സംശയം ഉള്ളതുകൊണ്ടാണ് ഞാൻ എൻ്റെ പരിചയത്തിലുള്ള ഒരു ഡോക്ടറോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞൊരു കാര്യം ചെയ്യാം, അവളുടെ റിപ്പോർട്ടെങ്കിലും ഏതെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കതൊന്ന് ഇട്ടാൽ ഞാൻ നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവളുടെ മുറിക്കകത്ത് കയറിയിട്ട് അലമാരിക്കകത്ത് ആ റിപ്പോർട്ടൊക്കെ എടുത്ത് അതിൻ്റെ ഫോട്ടോ എടുത്ത് ഡോക്ടറെ കിട്ടുകൊടുത്തു. പിന്നീട് ഡോക്ടറെ വിളിച്ച് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞത്, ഈ കുട്ടി പ്രഗ്നന്റ് അല്ലാന്നാ പറഞ്ഞേ. ആ ഒരു നിമിഷം ഞാൻ ശരിക്കും ഞെട്ടിത്തെരിച്ചു പോയതാ. അറിയാവോ, എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു ഈ കുടുംബത്തിലെല്ലാവർക്കും. ആദ്യത്തെ കുഞ്ഞാണ്, അതേ പൊന്നു പോലെ നോക്കണം എന്നുള്ള. പക്ഷെ എല്ലാ പ്രതീക്ഷകളും തകർന്നു പോയി ഒരു നിമിഷം കൊണ്ട്. എൻ്റെ ഡോക്ടർ പറഞ്ഞു, ഒരു പക്ഷെ അവൾ നിങ്ങളെ പറ്റിക്കായിരിക്കും, അവൾ വയറ്റത്ത് തലയണ എന്തേലും വെച്ച് കെട്ടിയിട്ടുണ്ടായിരിക്കും എന്ന് പറയാം. ജലജ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവളുടെ വയറ് വീർത്ത് വരുന്നുണ്ടോന്ന്. അപ്പൊ അതിനുള്ള സൊല്യൂഷനാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പൊ ഡോക്ടർ, നിങ്ങൾ ആ പെൺകുട്ടിയെ ഒന്ന് നിരീക്ഷിക്കുക, കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിന് സത്യാവസ്ഥ എന്താണെന്ന് ബോധ്യപ്പെടുമെന്ന് പറഞ്ഞ് ഡോക്ടർ ഫോൺ വെക്കുവാണ്. അങ്ങനെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആദർശ് അങ്ങോട്ട് കടന്നു വന്നായിരുന്നു. ആദർശ് കേട്ടു നവ്യ ഗർഭിണിയല്ലെന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ. പിന്നീട് ജലജ ആദർശോട് കാര്യങ്ങളൊക്കെ പറയാ, ഡോക്ടറോട് ചോദിച്ചതും കാര്യങ്ങളൊക്കെ എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ആദർശ് പറഞ്ഞു, അത്രയ്ക്ക് നമുക്ക് നിങ്ങൾ ഉറപ്പിക്കാൻ പറ്റേ, ഇത് കൺഫേം ചെയ്യണം നമ്മള്, ഇത് സത്യമാണോ അതോ കള്ളത്തരമാണോ എന്നൊക്കെ.
വയറ്റത്തെ പാടാണോന്ന് അറിയില്ല, എന്നെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ അപ്പച്ചി എന്ന് പറയാണ്. അതുകൊണ്ട് അപ്പച്ചി ഇത് കണ്ടുപിടിക്കണമെന്ന് പറയാം. അവള് പ്രഗ്നന്റ് അല്ലെങ്കിൽ ഇത് ഒരു കാരണവശാലും ഇങ്ങനെ വെറുതെ വിട്ടുകൊടുത്തുവിടാന്ന് പറയാണ്. അങ്ങനെ ജലജ എന്ത് ചെയ്യുവാണ്, നവ്യ പോലും അറിയാൻ നിരീക്ഷിക്കാൻ തുടങ്ങി. അങ്ങനെ പതുക്കെ നവ്യ ഡ്രസ്സ് മാറുന്ന സമയത്ത് മുറിയിലേക്ക് വരുവാണ്. മുറിയിലേക്ക് വരുന്ന സമയത്ത് നവ്യ പാട് വയറ്റത്ത് വെച്ച് കിട്ടുന്ന കണ്ടു. അപ്പൊ തന്നെ കാര്യങ്ങളൊക്കെ ജലജയ്ക്ക് മനസ്സിലായി. അങ്ങനെ ആ കാര്യങ്ങളെല്ലാം ജലജ എല്ലാവരോടും പറയുവാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അഭി നേരെ നവ്യയുടെ നേരെ തിരിയാണ്. ഓഹോ, അപ്പൊ ഇത്രയും കാലം നീ എന്റെ പറ്റിച്ചോണ്ട് എന്റെ കൂടെ നടക്കുമായിരുന്നില്ലേ, നിന്റെ ബുദ്ധി കൊള്ളാം. ഇനി വളകാപ്പ് ചടങ്ങ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോയി കഴിഞ്ഞിട്ട് പിന്നെ കുഞ്ഞലസി പോയെന്നോ എന്തെങ്കിലും കാരണം നിനക്ക് പറയാലോ. പിന്നെ നിന്നോട് എല്ലാവർക്കും ഭയങ്കര സിമ്പതി ആയിരിക്കും. നീ പ്രഗ്നന്റ് അല്ലെന്നുള്ള കാര്യം ആരും അറിയാനും പോകുന്നില്ല. ജലജ പറഞ്ഞു. ഇവള് ചെറിയ ബുദ്ധിയൊന്നുമല്ല, വലിയ ബുദ്ധി തന്നെയാ. എന്റെ മോനെ വിവാഹം കഴിക്കാൻ വേണ്ടിട്ട് ഇവള് നടത്തിയ നാടകങ്ങളായിരുന്നു ഇതെല്ലാം. കാര്യം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഇവളുടെ തനി സ്വരൂപം അവള് പുറത്ത് കാണിച്ചെന്ന് പറയാം. എല്ലാത്തിനും കാരണമുണ്ടല്ലോ ഇവളുടെ അച്ഛനും അമ്മയാന്ന് പറയാണ്. കനയും കൊന്നതും തല കുണിച്ചിരിക്കുക. ഈ സമയത്ത് ആദർശ് കനയുടെ അടുത്തേക്ക് ഇല്ലുക. എന്നിട്ട് ചോദിച്ചു, അമ്മേ ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ സത്യം പറയണം. അമ്മയ്ക്ക് അറിയായിരുന്നോ ഇവള് പ്രഗ്നന്റ് അല്ലെന്നുള്ള കാര്യം? അമ്മയ്ക്ക് അറിയാനും ചോദിക്കണം. മോനെ സത്യമായിട്ടും അമ്മയ്ക്ക് അറിയില്ലെന്ന് പറയണം. ദേവേനു പറഞ്ഞു, അതങ്ങനെയല്ലേ പറയുള്ളൂ, കള്ളക്കൂട്ടങ്ങളാ. ഇവറ്റകൾ ഇവിടെ കയറിയപ്പിന് ഈ കുടുംബത്തിന് സമാധാനം വരെ നശിച്ചു പോയെന്ന് പറയാണ്. പെട്ടെന്ന് ഗോവിന്ദന്റെ ഏരിയയിലേക്ക് ആദർശിലോ, അച്ഛന് ഇവരുടെ ഒപ്പം നിൽക്കില്ലെന്ന് എനിക്കറിയാം, പക്ഷെ അച്ഛൻ എന്നോട് സത്യം പറയണം. അച്ഛൻ അറിയായിരുന്നോ ഇവള് പ്രഗ്നന്റ് അല്ലെന്നുള്ള അച്ഛൻ അറിയാനും ചോദിക്കണം. അപ്പൊ കൈ കൂപ്പിക്കൊണ്ട് ഗോവിന്ദൻ പറയാ, എനിക്ക് അറിയില്ലായിരുന്നടാ മോനെ, അറിയുമായിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ ഇതിനൊന്നും കൂട്ടം നിൽക്കത്തില്ലായിരുന്നു പറയുവാണ്. ഈ സമയം കനിക അത് തന്നെയാണ് പറയുന്നത്. പിന്നീട് മുത്തശ്ശനും പറഞ്ഞ്, അവർക്ക് അറിയത്തില്ലായിരിക്കാം, വെറുതെ എന്തിനാ ആദർശം നീ അവരിങ്ങനെ ചോദ്യം ചെയ്യുന്നേ, അവര് പാവങ്ങളല്ലേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ആദർശ് പറഞ്ഞു, അതെ ഇനിയിപ്പോ ആരും കൂടുതലൊന്നും പറയണ്ട, ഇവിടെ ഇനി ഇവർക്ക് അനുകൂലമായിട്ട് ആരും സംസാരിക്കാനും വരണ്ട. കാരണം അത്ര വലിയ കള്ളത്തരമാണ് കാണിച്ചു കൂട്ടിയേക്കുന്നത്. ഇനിയിപ്പോ ഇവളെ ആരെങ്കിലും സഹായിച്ചോ നമുക്ക് കണ്ടറിയണം. നയനയുടെ മുഖമാണ് ഈ സമയത്ത് വല്ലാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത്. നയനയ്ക്കാണെങ്കിൽ ഇപ്പൊ പൊട്ടിക്കഴിയുമെന്നും പറഞ്ഞ് നിൽക്കുന്നത്. നേരെ നയനയുടെ അടുത്തേക്ക് അങ്ങോട്ട് ചെല്ലുവാണ്. നയനയുടെ അടുത്ത് നിന്നിട്ട് ചോദിച്ചു, നയന നിന്നോടൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ, നിനക്കറിയായിരുന്നു ഇതിനെക്കുറിച്ച്, ഇവള് പ്രഗ്നന്റ് ആണോ അല്ലയോ എന്നുള്ള കാര്യം അതിനെക്കുറിച്ച് നിനക്കറിയായിരുന്നു ചോദിക്കുകയാണ്. നയന മറുപടി ഒന്നും പറഞ്ഞില്ല. അപ്പൊ ഈ സമയത്ത് മുത്തശ്ശി പറഞ്ഞേ, അവൾക്ക് അറിയത്തില്ലായിരിക്കും മോനെ, കാരണം നയനമോൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ഈ വീട്ടിൽ പറയും. ഇങ്ങനെയൊന്നും ഒരിക്കലും കള്ളത്തരങ്ങൾക്കൊന്നും നയന കൂട്ടം നിൽക്കുന്നതല്ലെന്ന് പറയണം. ആദർശം പറഞ്ഞു, അത് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇന്ന് വരെ എനിക്കും ഈ വീട്ടിലുള്ളവർക്കും നിന്നിലൊരു വിശ്വാസമുണ്ട്. നീ വന്നു കയറിയ നാൾ മുതൽ ഈ വീട്ടിലുള്ളവർ നിന്നെ കാണാൻ തുടങ്ങിയതാ. നിനക്ക് എല്ലാവരെക്കാളും കൂടുതൽ പ്രാധാന്യം ഈ വീട്ടിൽ തന്നിട്ടുണ്ട്. എൻ്റെ അമ്മയെക്കാളും കൂടുതൽ എൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ സ്നേഹിക്കും നിന്നെ. ഇപ്പം അങ്ങനെയുള്ള നീ ഒരിക്കലും കള്ളം പറയലും തന്നെ അവരുടെ വിശ്വാസം. കാരണം എന്താ, നീ അവരെയൊക്കെ കയ്യിലെടുത്ത് കഴിഞ്ഞു. നിന്റെ വാക്ചാതുര്യം കൊണ്ടും നിന്റെ പെരുമാറ്റം കൊണ്ടും. അങ്ങനെയുള്ള നീ അവരോട് ഒരിക്കലും കള്ളം പറയില്ല എന്നാണ് എൻ്റെ ആഗ്രഹം. അതുപോലെയാണ് എൻ്റെ വിശ്വാസം. അപ്പച്ചനെ വരെ വെല്ലുവിളിച്ച് ഞാൻ പറഞ്ഞാണ് നയന കള്ളത്തരം പറയില്ലെന്ന്. സത്യം പറ, നിനക്കറിയായിരുന്നു ഇതിനെക്കുറിച്ചെന്ന് പറയാണ്. നയന മിണ്ടായിരുന്നു കഴിഞ്ഞപ്പോഴത്തേനും ജലജ പറഞ്ഞു, എന്താ പറ്റി മിണ്ടായിരിക്കുന്നേ, ഉള്ളതങ്ങ് തുറന്നു പറയാൻ പറയാണ്. ഇനിയിപ്പം നിനക്കും അറിവുണ്ടായിരുന്നു ചോദിക്കണം. പെട്ടെന്ന് നയന പറഞ്ഞു, എനിക്കറിയായിരുന്നു പറയാണ്. ഇത് കേട്ടതും മുത്തശ്ശനും മുത്തശ്ശി മാത്രമല്ല, കനകയും ഗോവിന്ദനും എല്ലാവരും ഒരു നിമിഷം ഞെട്ടിത്തിരിക്കുക. മുത്തശ്ശി, എന്താ മോളെ നീ പറഞ്ഞേ, നിനക്കറിയായിരുന്നോ? എന്നിട്ട് നീ ഒരു വാക്ക് പോലും ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ എന്ന് പറയണം. നയനയുടെ രണ്ട് കണ്ണുകൾ നിറഞ്ഞൊഴുകുവാണ്. പെട്ടെന്ന് നയന പറഞ്ഞു, ഇതേ എന്നോട് ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നോട് മാത്രമല്ല ഇവിടുത്തെ കുടുംബ ഡോക്ടറോടും, എന്തെങ്കിലും കാര്യം ആരെങ്കിലും പുറത്തറിഞ്ഞിട്ടുണ്ടെങ്കിൽ ചേച്ചി ആത്മഹത്യ ചെയ്യുമെന്ന്. ചേച്ചി അങ്ങനെ ചെയ്യുമെന്ന് ഭയന്നിട്ടാ ഞാൻ ഈ കാര്യം ഒന്നും പുറത്തു പറയായിരുന്നെന്ന് പറയണം. എല്ലാ മുത്തശ്ശനും മുത്തശ്ശിയുടെയൊക്കെ മുഖത്ത് വല്ലാത്തൊരു ഭാവമായി. കനയ്ക്കും മനസ്സിലായ കാര്യങ്ങളൊക്കെ. അവള് ഭീഷണിപ്പെടുത്തിയാണ് നയനയെ വെച്ചിരുന്നത്. അതുകൊണ്ടാണ് നയനമോൾ കാര്യങ്ങളൊന്നും പുറത്തു പറയാതെ. ഇത് കേട്ടവൻ ദേവേന വന്നിട്ട് പറഞ്ഞു, നീ കൊള്ളാലോടിയാള്, നല്ല കഥയായി പോയി തന്നെ. നീ ഇപ്പൊ ചേച്ചിക്ക് സപ്പോർട്ട് ചെയ്തിട്ട് ഒന്നും അറിയത്തില്ലാത്തപ്പോൾ അവൾ കൂളായിട്ട് പറഞ്ഞിട്ടില്ലേ. കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി ഇവിടെ നിനക്ക് തുടരാൻ യോഗ്യതയില്ലെന്ന് പറയാണ്. ഇത് കേട്ടതും ആദർശം വന്നിട്ട് പറഞ്ഞു, അമ്മ പറഞ്ഞാണ് ശരി, ഇനി എൻ്റെ ഭാര്യയായിട്ട് നിൽക്കാനായിട്ട് നിനക്കൊരു യോഗ്യതയില്ല. കാരണം തെറ്റ് ചെയ്യുന്നേക്കാളും വലിയാണ് അത് പ്രേരിപ്പിക്കുന്നത്. കാരണം നിനക്ക് ആ കാര്യങ്ങൾ തുറന്നു പറയായിരുന്നു, നീ എന്തുകൊണ്ട് ആരോടും പറഞ്ഞില്ല. പക്ഷെ അതുകൊണ്ട് ഇനി നിനക്ക് ഈ വീടിന് പുറത്തായിരിക്കും സ്ഥാനം, എൻ്റെ മനസ്സിൽ സ്ഥാനം ഉണ്ടായിരിക്കില്ല. എത്രയും പെട്ടെന്ന് പൊക്കോളാൻ പറയണം. കേട്ടും കനകയും ഗോവിന്ദനും നയനെ എല്ലാവരും ഞെട്ടിത്തെരിച്ചു പോയി. ദേവേനി വന്നിട്ട് പറഞ്ഞു, അവൻ പറഞ്ഞു കേട്ടില്ലേ ആദർശ്, ഇനി ഈ വീട്ടിൽ നിനക്ക് ഒരു സ്ഥാനമില്ലെന്ന്. ഇത്രയും വലിയ കള്ളത്തരങ്ങളൊക്കെ മറച്ചു വെച്ച് നിന്നെയൊക്കെ എങ്ങനെ വിശ്വസിക്കൂടി? നാളെ നീയൊക്കെ ഒരുത്തനെ ആരെങ്കിലും കൊന്നിട്ട് വേണം വന്ന് നിൽക്കൂലോ, കൂളായിട്ട് ഇവിടെ നിൽക്കൂലോ. അതുകൊണ്ട് നിന്നെ ഒന്നും ഇനി ഇവിടെ ആവശ്യമില്ലെന്ന് പറയണം. നയനയാണെങ്കിൽ
എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ്. ഈ സമയം ജലജ പറഞ്ഞു, നിൽക്കുന്ന കണ്ടില്ലേ എല്ലാരും കൂടെ. ആദർശ് പറഞ്ഞു, നയനയുടെ കാര്യത്തിൽ ഞങ്ങളൊരു തീരുമാനം എടുത്തു. ദേവേനും പറഞ്ഞു, ശരിയാണ്, അവളുടെ കാര്യത്തിൽ തീരുമാനം എടുക്കാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട്. ഇനിയിപ്പം നവ്യയുടെ കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ട അഭിയും ജലജയെന്ന് പറയുകയാണ്. ഇത് കേട്ടതും നവ്യ ഇങ്ങനെ തല കുനിച്ച് നിൽക്കുകയാണ്. എന്തേലും പറയാൻ പറ്റില്ല. എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഒരടി ഇവിടെ നടക്കുന്ന നവ്യക്ക് നന്നായിട്ട് മനസ്സിലായി. അപ്പൊ കനക ഇങ്ങനെ രണ്ടും കൽപ്പിച്ച് നവ്യയുടെ അടുത്തേക്ക് വരുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത്. അപ്പൊ ഇനിയിപ്പൊ നയനെ ഇറക്കി വിടുവോ, അതോ ഇനിയിപ്പോ അവിടെ എന്താ സംഭവിക്കുക നമുക്ക് കണ്ടറിയണ്ടേ. ഇനിയിപ്പം മുത്തശ്ശന് വലിയ അപകടങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിനി കാണാൻ പോകുന്നത്. അപ്പൊ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.